ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലെയർ ചപ്പാത്തിയാണ്. അതായത് ഒരു മടക്കു ചപ്പാത്തി എന്ന് പറയും. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ചപ്പാത്തിയാണ്. നമുക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ പൊറോട്ടയുടെ പോലെ ലെയറായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ 1 കപ്പ് സാധാ ഗോതമ്പ് പൊടി. സാധാരണ ഗോതമ്പ് പൊടിയാണ്, വേറെ പ്രത്യേകിച്ചുള്ള ബ്രാൻഡഡ് ഗോതമ്പ് പൊടിയൊന്നുമല്ല, സാധാ ഗോതമ്പ് പൊടിച്ച പൊടിയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം തൈര് ഒഴിക്കുകയാണ്. ഇത് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഇത് കിട്ടും, മയം കിട്ടും. അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് ഈ മാവിലാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്, വെള്ളത്തിലാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഈ തൈരും ഈ ഉപ്പും നല്ലപോലെ പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കും. ഇനി ചെയ്യാൻ പോണത് ഇതിലേക്ക് ഞാൻ ഇതിൽ കുഴയ്ക്കാൻ വേണ്ടി എടുത്ത വെള്ളം ലൈറ്റ് ചൂടുള്ള വെള്ളം, ഇളം ചൂട്, ഒരുപാട് ചൂട് പാടില്ല, ഇളം ചൂടുള്ള വെള്ളം കൊണ്ടാണ് ഇത് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസായിട്ടുള്ള ഇത് പാടില്ല, കുറച്ച് ഇടത്തരമായിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം കുഴയ്ക്കാൻ. നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇങ്ങനെ അമർത്തി കുഴയ്ക്കണം കുറച്ച് നേരം. ഇങ്ങനെ കുഴച്ച് ഇതുപോലത്തെ ഒരു ലൂസ് ആയി കിട്ടണം. ഇങ്ങനെയാണ് വേണ്ടത്. കുറേ ഇങ്ങനെ അമർത്തി കുഴച്ചിട്ട് 1/2 മണിക്കൂർ ഇതിങ്ങനെ ഒന്ന് മൂടി വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി സോഫ്റ്റ് ആകും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മൂടി 1/2 മണിക്കൂർ നേരം മൂടി വയ്ക്കും. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി നമുക്കിതൊന്നും ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് സാധാരണ പോലെ വല്ലാതെ ചെറുതാക്കാൻ പറ്റില്ല, കുറച്ചൊരു വലിയ ചപ്പാത്തിയായിട്ട് വേണം എടുക്കാൻ. ഈ വലിപ്പത്തിലുള്ള വേണം എടുക്കാൻ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് നമുക്ക് പരത്താൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചപ്പാത്തി പലക വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് നമുക്ക് പരത്തി കൊടുക്കാം. പരത്താൻ പോവാണ്. പരത്തട്ടെ. നല്ല വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം. വലിയൊരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചപ്പാത്തിയുടെ മീതെ കുറച്ച് വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡയറ്റ് നോക്കുന്നവർക്ക് ഇതുപോലെ സ്ഥിരം ഉണ്ടാക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിലിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുറച്ച് ചിലവുണ്ടാവും. ചിലവ് പറഞ്ഞാൽ അത് അകത്ത് പോകേണ്ടി വരും. എന്നാലേ ഇപ്പോൾ ഇതുപോലുള്ള ലെയർ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്ഥിരം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നല്ല നടു ഒന്നിങ്ങനെ മടക്കുകയാണ്. നടു മടക്കിയിട്ടുണ്ട്. നടു മടക്കിയതിന് ശേഷം ഈ ഭാഗത്ത് ഇത്തിരി എണ്ണ തേച്ച് കൊടുക്കുക.
ചെയ്യാൻ പോണത് ഒന്നുകൂടി മടക്കുകയാണ് ഇതുപോലെ. ഇനി ഞാൻ ചെയ്യണത് ഇത് വീണ്ടും ഇതിലിട്ടിട്ട് ഒന്ന് പരത്തിയിടും. ഞാനിത് ഒന്നും കൂടി പരത്തി കൊടുക്കുകയാണ്. അപ്പം ഇത് വട്ടത്തിലാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇതുപോലെ വേറൊരു ഷേപ്പൊക്കെ ആവും, അത് കുഴപ്പമില്ല. ഇങ്ങനെ ആയാലാണ് ഈ ലെയർ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കിത് ഒന്ന് ചുട്ടെടുക്കാം. എന്നിട്ട് ഇതിന്ന് ലെയർ ആവുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചപ്പാത്തി ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് ഞാനിവിടെ ഒരു ചപ്പാത്തി കല്ല് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നല്ല ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിന് ഷേപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുഴപ്പമില്ല. എന്നാലും നല്ല ടേസ്റ്റാണ്. ഷേപ്പ് നോക്കണ്ട. ആദ്യം പരത്തുമ്പോൾ നന്നായി വട്ടത്തിൽ പരത്തുക. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ചിലപ്പോൾ ത്രികോണമായിട്ടാണ് വരിക. പിന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പം ഇതൊന്ന് നമുക്ക് കല്ല് ചൂടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കും. നല്ല ഒന്ന് ചൂടായിട്ട് വെന്ത് വരും. അപ്പം ഇതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊള്ള പോലെയൊക്കെ വരും. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ഇങ്ങനെ പൊന്തുന്നുണ്ട്. ഇതിൽ എണ്ണ ഉള്ള കാരണം വേണ്ട, നല്ല പോലെ പൊള്ളം വരുന്നുണ്ട്. എണ്ണ തേച്ച് കൊടുത്ത കാരണമാണ് ഇങ്ങനെ പൊള്ളം വരും. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൊള്ളം. നന്നായി പൊള്ളാക്കിണ്ട്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ ചപ്പാത്തിയാണ്. ഞങ്ങളുടെ മടക്ക് ചപ്പാത്തി എന്ന് പറയും. മടക്കി ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് മടക്കുന്നത് കാരണമാണ് ഇത് ഇങ്ങനെ ലെയറായി കിട്ടുന്നത്. ഇത് കല്ല് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഒന്ന് ഗ്യാസ് തിരിതാക്കി കൊടുക്കട്ടോ, അല്ലെങ്കിൽ കരിയും. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവും. കറി കൂട്ടി കഴിച്ചാൽ നല്ലതാണ്. ഇനി കറി ഇല്ലെങ്കിലും ആ എണ്ണയുടെ ടേസ്റ്റൊക്കെ ഇട്ട് ഇഷ്ടമാവും എല്ലാവർക്കും. അതുപോലെ അത് കുറച്ച് വലുതാക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അത് ഇങ്ങനെ മടക്കുമ്പോൾ വല്ലാതെ കനം കുറഞ്ഞ് ശരിയാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. എന്നാലും രണ്ട് ഭാഗം നല്ലപോലെ നല്ല പൊള്ള വന്നിട്ടുണ്ട്. അങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പൊള്ളക്കും. അപ്പോൾ അത് നമ്മുടെ മടക്ക് ചപ്പാത്തി റെഡിയായി. നമുക്കിനി ബാക്കിയുള്ളത് ഇതേപോലെ ചെയ്ത് ആദ്യം പരത്തുക, പിന്നിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. വീണ്ടും അതുപോലെ വീണ്ടും മടക്കി ആ ഭാഗത്ത് എണ്ണ തേച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടി പരത്തും. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് അടുത്തത് ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ പരത്തിയിട്ടുണ്ട്. പിന്നെ ഈ മാവിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കുറച്ച് ടൈറ്റായിട്ട് വേണം കുഴയ്ക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ ശരിയാവില്ല. അപ്പോൾ കുറച്ച് വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടില്ല. ഇങ്ങനെ പരത്തുക, എന്നിട്ട് ഇതിൽ എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പകുതിയായിട്ട് ഇങ്ങനെ മടക്കാം. പിന്നെ
പിന്നെ ഈ മടക്കിയ ഭാഗത്ത് നമുക്ക് എണ്ണ തരും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തന്നെ മടക്കി നമുക്ക് വീണ്ടും ഇതുപോലെ പൊടിയിലിട്ടിട്ട് നമുക്ക് വീണ്ടും ഇതിനെ പരത്തിയെടുക്കാം. കുറച്ച് പണിയുണ്ട് കേട്ടോ. ഒരു സാധാരണ മറ്റ് ചപ്പാത്തി ഉണ്ടാക്കും പോലെയല്ല, ഇത് കുറച്ച് പണിയുണ്ട്, പക്ഷെ ടേസ്റ്റ് കൂടുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് പരത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇത് കൂടി ഒന്ന് ചുട്ടെടുക്കുക. കല്ല് നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം, എന്നാലാണ് അതിങ്ങനെ പൊള്ളച്ച് വരുള്ളൂ. കല്ല് നല്ലപോലെ ചൂടാകുമ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ പൊള്ള വരുന്നു. പിന്നെ അത് വലിയൊരു പൊള്ളായി വരും. ഇത് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ കല്ലിൽ ഇതുണ്ട് പൊന്തി വരുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത്. സാധാരണ ഗോതമ്പ് പൊടിയാണ്, വേറെ സ്പെഷ്യലൊന്നും അല്ല. എന്നിട്ട് പോലും ഇതുപോലെ സോഫ്റ്റായി കിട്ടും. അതെന്തെന്ന് വെച്ചാൽ നമ്മളതിൽ തൈര് കൂട്ടിയിട്ടുണ്ടല്ലോ. തൈര് നമ്മൾ ഈ ചപ്പാത്തീനെ സോഫ്റ്റാക്കാൻ ഇതാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇടയ്ക്ക്. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ലെയറായി കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരേ പുറത്ത് കുറേ നേരം ഇടാൻ പാടില്ല. ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. അപ്പോൾ പൊള്ളം ആയിട്ട് വരും. അപ്പം ഇങ്ങനെ ഈ കളറൊക്കെ വരുമ്പോൾ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ശരിയായി. അത് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മളുടെ ലെയർ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഇത് എങ്ങനെയാണ്. നമുക്ക് ലെയറായിട്ട് പൊറോട്ട പോലെ കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പം ലെയറായിട്ട് കിട്ടുന്ന ചപ്പാത്തി. കറി ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. വളരെ സോഫ്റ്റാണ്. ഇങ്ങനെ ലെയറായിട്ട് കിട്ടും. ഇങ്ങനെയും കിട്ടുന്ന ചപ്പാത്തിയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി. ഈ ലെയർ ചപ്പാത്തി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് മറ്റ് ചപ്പാത്തിയേക്കാളും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റ് നല്ലതാണ്. അപ്പോൾ കറിയൊക്കെ കൂട്ടി ഇതുപോലെ വളരെ സോഫ്റ്റായിട്ട് ലെയറായിട്ട് പൊറോട്ട പോലെ കിട്ടുന്ന ഒരു ചപ്പാത്തിയാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചപ്പാത്തിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിക്കൂടെ എന്നാണ്. ഇതുപോലെ ലെയർ ചപ്പാത്തിയാണ്, നല്ലതാണ്. ഈ മടക്കുകളെല്ലാം അങ്ങനെ കിട്ടും, എല്ലാം കിട്ടുന്ന തരത്തിലാണ് ഉണ്ടാ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു.